Here we go. Namaste. നമസ്തേ. ഇന്ന് പേഴ്സണാലിറ്റി ഓഫ് ദി ഡേ ബിന്ദു ആണ്. ബിന്ദു മൂവാറ്റുപുഴ സ്വദേശിയാണ്. ഗവൺമെന്റ് പോസ്റ്റ് ഓഫീസ് എംപ്ലോയി ആണ്. അദ്ദേഹത്തിന് പ്രൊഫൗണ്ട് ആയിട്ടുള്ള വളരെ നല്ല സ്പിരിച്വൽ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ബിന്ദു, വെൽക്കം. താങ്ക് യു സർ. ഞാനൊരു ചെറിയൊരു ഇൻട്രഡക്ഷൻ പറഞ്ഞു. നിങ്ങൾ എന്തെങ്കിലും അതിന്റെ കൂടെ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ആഡ് ചെയ്യാം, എന്നിട്ട് നമുക്ക് പല ഏരിയയിലേക്ക് പോവാം. എൻ്റെ പേര് ബിന്ദു എന്നാണ്. ഞാൻ മൂവാറ്റുപുഴയാണ് താമസിക്കുന്നത്. എനിക്ക് ഫാമിലി ആയിട്ട് ഭർത്താവ്, 2 കുട്ടികൾ ഉണ്ട്. 2 മക്കളും ജോലിയിലാണ്. ഹസ്ബൻഡും ജോലി ചെയ്യുന്നു. നിങ്ങളിപ്പോ സ്പിരിച്വൽ എക്സ്പീരിയൻസ് ചെറുപ്പം മുതലേ ഉള്ളത് ഘട്ടം ഘട്ടമായിട്ട് ഒരു നദി ഒഴുകി പോകുന്ന പോലെ അങ്ങനെ പറഞ്ഞങ്ങ് പോവുക. ഞാൻ അതിനകത്ത് ഇനി കൂടുതൽ ഇന്റർവെൻഷൻ ചെയ്യുന്നില്ല. തുടങ്ങിക്കോളൂ. എവിടുന്ന് നിങ്ങൾക്ക് തുടങ്ങണമെന്ന് തോന്നുന്നോ അവിടുന്ന് തുടങ്ങിക്കോളൂ. പറയാം. ഞാൻ ചെറുപ്പം മുതലേ എനിക്ക് ഈ അമ്പലം അതുപോലെ കാവ് അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെയാണ് എനിക്ക് ഇഷ്ടം. അതില് നെഗറ്റീവും പോസിറ്റീവും ഉള്ള സ്ഥലങ്ങള്, നെഗറ്റീവ് ഉള്ളിടത്ത് ചെല്ലുമ്പോൾ എനിക്ക് പ്രത്യേകിച്ചും പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. എൻ്റെ മൈൻഡ് മൂഡ് ഓഫ് ആവും. അപ്പൊ അത് എൻ്റെ ഹസ്ബൻഡിന്റെ അടുത്ത് ഞാൻ അവിടെ ചെല്ലുമ്പോൾ പറയും, അവിടെ ഞങ്ങൾ ഈ സ്ഥലം ഒത്തിരി വീടുകൾ മാറി മാറി താമസിച്ചിട്ടുണ്ട്. അപ്പൊ അന്നേരം സ്ഥലം നോക്കാൻ പോയിട്ട് പുള്ളിക്ക് ഇഷ്ടപ്പെടും, എനിക്ക് ഇഷ്ടപ്പെടില്ല. കാരണം എന്താന്ന് ചോദിക്കുമ്പോ ഞാൻ പറയും, അവിടെ ചെല്ലുമ്പോ എനിക്ക് എൻ്റെ മൈൻഡ് മാറി. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നെഗറ്റീവ് ആവും അവിടെ വരുമ്പോ. അപ്പൊ പോസിറ്റീവ് ഉള്ളടത്ത് ചെല്ലുമ്പോ എനിക്ക് അറിയാവുന്നതെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര സന്തോഷം വരും. ഇരുട്ട് ഇഷ്ടമല്ല എനിക്ക്. ഇരുട്ടിനോട് ഇഷ്ടമല്ലായിരുന്നു. എത്തതുകൊണ്ടായിരിക്കും എനിക്ക് അങ്ങനെ തോന്നുന്നത്, എനിക്കറിയില്ല. എന്തായാലും അങ്ങനെ ആയിരുന്നു. അപ്പൊ ചെറുപ്പം വീടുകൾ ചെറുപ്പകാലങ്ങളിലൊക്കെ അമ്മയുടെ കൂടെ അമ്പലത്തിൽ പോകാനും അമ്പലമായിട്ട് ഇങ്ങനെ ജീവിക്കാനൊക്കെയായിരുന്നു എനിക്കിഷ്ടം. പണ്ടുള്ള കുട്ടികളൊക്കെ ഇങ്ങനെ സിനിമയ്ക്കും ഉത്സവത്തിനും ഒക്കെ പോയി അല്ലേ സന്തോഷം കണ്ടെത്തണേ. പക്ഷെ എനിക്ക് അങ്ങനെയല്ല. എനിക്ക് അമ്പലങ്ങൾ വഴി അമ്പലം അതിന്റെ ചുറ്റുപാടുകളും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ ഞാൻ ജീവിച്ചു പോന്നു. അമ്മയുടെ കൂടെ എപ്പോഴും അമ്പലങ്ങളിൽ കൂടെയൊക്കെ പോകുമായിരുന്നു. അപ്പൊ എനിക്ക് ആ അറ്റ്മോസ്ഫിയറാണ് ഇഷ്ടം കൂടുതൽ വന്നുകൊണ്ടിരുന്നത്. അങ്ങനെ എന്നെ കല്യാണം കഴിച്ചു. ഹസ്ബൻഡ് കല്യാണം കഴിച്ചു. പുള്ളിയും സ്പിരിച്വൽ പാത്തിലേക്ക് ഉള്ള ആളാണ്. അപ്പൊ പിന്നെ ഞങ്ങൾ കൂടുതലും ആ രീതിയിലാണ് ജീവിച്ചു പോകുന്നത്. അങ്ങനെ പോന്നോണ്ടിരുന്ന സമയത്ത് കുട്ടികൾ ചെറുതാർന്നപ്പോഴൊന്നും നമുക്ക് ഈ സ്പിരിച്വൽ ക്ലാസ്സുകളിലോ ഇതിലൊന്നും അറ്റൻഡ് ചെയ്യാനോ പോകാനോ ഒന്നും സാധിച്ചിട്ടില്ല. അങ്ങനെ ഞാൻ 2002 എനിക്ക് ആർട്ട് ഓഫ് ലിവിംഗ് എന്ന് പറഞ്ഞ ഒരു കോഴ്സ് ചെയ്യാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി. ശ്രീ രവിശങ്കർ എന്ന് പറഞ്ഞ ഗുരുവിന്റെ ആ കോഴ്സ്. അപ്പൊ അത് ചെയ്തു. ആ എക്സ്പീരിയൻസ് എനിക്ക് ഒത്തിരി സന്തോഷവും ഒത്തിരിയും എനിക്ക് ഉള്ള അറിവും കിട്ടിയ ആ ഒരു 7 ദിവസത്തെ കോഴ്സ് മൂലം അത് ചെയ്തു കഴിഞ്ഞപ്പം എന്നിൽ ഒത്തിരി മാറ്റങ്ങളുണ്ടായി. അതുവരെ ഞാൻ ആരോടും അത്ര കൂടുതൽ ഇപ്പൊ ഈ സാറിന്റെ അടുത്ത് ഇന്റർവ്യൂ എന്നെ വരെ നേരത്തെ എന്റെ ഉള്ള മൈൻഡാണ് എനിക്ക് അത് സാധിക്കില്ലായിരുന്നു. അപ്പൊ ആർട്ട് ഓഫ് ലിവിങ് ചെയ്തതോടുകൂടി എനിക്ക് ഒത്തിരി ആൾക്കാരുമായിട്ട് സംസാരിക്കാനും ഒക്കെ ഉള്ളൊരു മൈൻഡ് കിട്ടി. എനിക്ക് എന്റെ മനസ്സ് തുറന്നു കിട്ടി എനിക്ക്. അങ്ങനെയാണ് ഞാൻ ഈ ഫീൽഡ് ജോലിയിലേക്ക് വരുന്നതും ജോലി കിട്ടുന്നതും ഞാൻ ആ വർക്ക് ചെയ്യുന്നു. അപ്പൊ ഒത്തിരി ആൾക്കാരോട് ഇങ്ങനെ സംസാരിക്കണമല്ലോ. ഒരു കസ്റ്റമേഴ്സിനെ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ വർക്കിനെ പറ്റി എല്ലാം പറയണം. അതിന്റെ ഫീച്ചേഴ്സ് എല്ലാം പറഞ്ഞാല് നമുക്കൊരു ക്ലയന്റിനെ കിട്ടുള്ളൂ. അപ്പൊ ഫീൽഡ് വർക്കാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു കഴിവ് കിട്ടിയത് എനിക്ക് ആർട്ട് ഓഫ് ലിവിങ്ങിന്റെ കോഴ്സ് ചെയ്തതോടുകൂടിയാണ്. അപ്പൊ ആ കോഴ്സ് ചെയ്ത് ഞാൻ ഹസ്ബൻഡും ചെയ്തു. അത് കഴിഞ്ഞ് എന്റെ മൂത്ത മകനെയും ചെയ്യിപ്പിച്ചു. അപ്പൊ ഞങ്ങൾക്ക് 3 പേർക്കും നല്ല എക്സ്പീരിയൻസാണ് കിട്ടിയത് അതിൽ നിന്ന്. അപ്പൊ ഞങ്ങൾ ആ ഫീൽഡിൽ കുറച്ചു കാലം അതിനകത്ത് നിന്നു. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ പിന്നെ നമുക്ക് ജീവിത സാഹചര്യങ്ങളൊക്കെ നോക്കണമല്ലോ. അതിന്റെ ആ വർക്കിലും ഒക്കെ നടന്ന് അതെല്ലാം സേവയാണ്. നമുക്കൊന്നും പ്രതിഫലം തിരിച്ചു കിട്ടില്ല. ഇല്ല. അപ്പൊ നമ്മൾ അങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോ കഴിഞ്ഞപ്പോ നമുക്ക് ജീവിതമാർഗം കൂടെ നോക്കണമല്ലോ എന്ന് ഓർത്തോണ്ട് നമ്മൾ പിന്നെ ആ ഫീൽഡ് വിട്ടു.
പിന്നെ നമ്മൾ ആ ക്രിയകള് വീട്ടിൽ ഇരുന്ന് ചെയ്യുമായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും, ഹസ്ബൻഡും ഞാനും ചെയ്തുകൊണ്ടിരുന്നു. ഓക്കെ. അത് ഞാൻ കാലം കൊണ്ട് അത് നിന്നുപോയി കഴിഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് തോന്നുമ്പോ ഒക്കെ ചെയ്യും. ആ ക്രിയകളൊക്കെ ചെയ്യും, മെഡിറ്റേഷനും ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ഇരുന്ന് 2002 ആണ് ഞങ്ങൾ ഈ കോഴ്സ് ചെയ്തിരുന്നത്. അങ്ങനെ മുടങ്ങി, പിന്നെയും തുടർന്ന് അങ്ങനെ അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. ഇനിയിപ്പോ 2015 മുതല് എനിക്ക് ഒരു ടെൻഷനും സ്ട്രെസ്സും ഒക്കെ തുടങ്ങി. എന്താണെന്നറിയില്ല, ഭയങ്കര ഒരു ബുദ്ധിമുട്ട് പോലെയൊക്കെ തുടങ്ങിയപ്പോ മുതൽ ഞാൻ പിന്നെ ക്രിയ ചെയ്യാമെന്ന് ഓർത്തുകൊണ്ട് ഒരു ദിവസം ആദ്യമായിട്ട് കുറെ കാലങ്ങൾ കൂടി ക്രിയ ചെയ്യാതിരുന്നപ്പോ എനിക്ക് ക്രിയ ചെയ്യാൻ പറ്റില്ല. എന്തൊക്കെയോ എനിക്ക് ഇതിനകത്ത് മുഴുകാനേ പറ്റുന്നില്ല. അപ്പൊ എനിക്ക് ശരീരം ചൂടാവുകയാണോ, ടെൻഷൻ വരുവാണോ, സ്ട്രെസ് വരുവാണോ, സന്ധ്യക്ക് ഒരു 7 മണിയൊക്കെ ആയപ്പോഴാണ്. അപ്പൊ എനിക്കത് ബുദ്ധിമുട്ട് കഴിഞ്ഞപ്പോ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, എനിക്ക് ഇത് ചെയ്യാൻ പറ്റുന്നില്ല, എന്തോ ബുദ്ധിമുട്ട് പോലെയാ, ശ്വാസം കിട്ടണില്ലാതെയൊക്കെ വരികയെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, എന്റെ ചെറുപ്പം മുതലേ എന്നെ ചികിത്സിക്കുന്ന ഒരു ഹോമിയോ ഡോക്ടർ ഉണ്ട്. അത് റേക്കി ഹീലിംഗ് ഒക്കെ പഠിച്ച ഡോക്ടറാണ്. അപ്പൊ ആ ഡോക്ടറുടെ ഇടയ്ക്ക് ഞങ്ങളിങ്ങനെ പനിയൊക്കെ വരുമ്പോ പോയി മരുന്നൊക്കെ മേടിക്കാറുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് ആ ഡോക്ടറെ അടുത്ത് പോകണം, എന്നെ ഒന്ന് കൊണ്ടുപോകുന്നു പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ബുദ്ധിമുട്ട് ഇതാണ്, അതുകൊണ്ട് എനിക്ക് അവിടെ പോകണം എന്ന് പറഞ്ഞു. ഇപ്പൊ എന്നെ കൊണ്ടുപോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ഡോക്ടർ, ഞാൻ വിചാരിച്ച മെഡിസിൻ തന്ന് വിടും എന്നോർത്തോണ്ടാ ഞാൻ ചെന്നത്. പക്ഷെ ചെന്ന വഴി ഡോക്ടർ പറഞ്ഞു കട്ടിലേൽ കിടക്കാൻ പറഞ്ഞു. ഞാൻ കയറി കിടന്നു കഴിഞ്ഞപ്പോ ഡോക്ടർ ഒരു പെൻഡുലം എടുത്തോണ്ട് വന്നിട്ട് എന്നോട് കണ്ണടയ്ക്കാൻ പറഞ്ഞു. അപ്പൊ എന്റെ തല മുതല് എന്ത് ഡോക്ടറാണത്? ഹീലറാണോ? ഹോമിയോ ഡോക്ടറാണ്. പക്ഷെ അത് റേക്കി ഹീലിംഗും ഒക്കെ പഠിച്ച ഡോക്ടർ, ലേഡിയാണ്. അപ്പൊ ഞാൻ എന്റെ വീടിന്റെ തൊട്ടടുത്ത് തന്നെയാ. ചെറുപ്പം മുതലേ എനിക്കറിയാം, കുഞ്ഞിലെ മുതലേ എന്നെ ചികിത്സിച്ചിട്ടുള്ളതാ. അപ്പൊ അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നു, എന്നെ ഹീല് ചെയ്തു. ഈ തല നെറുക മുതല് പെരുവിരൽ വരെ ഹീല് ചെയ്ത് കഴിഞ്ഞപ്പോ എനിക്ക് ആ എനർജി പാസ് ചെയ്യണം എനിക്ക് മനസ്സിലായി. അതുവരെ എനിക്ക് എനർജി എന്താണെന്ന് അറിയില്ലായിരുന്നു. ഇങ്ങനെ എല്ലാരും പറയും നെഗറ്റീവ് പോസിറ്റീവ് എനർജി എന്നൊക്കെ പറഞ്ഞാലും നമുക്കത് അറിയില്ലായിരുന്നു. അപ്പൊ അത് എന്നിങ്ങനെ ഇങ്ങനെ ഓരോ സ്ഥലത്തേക്കടയും കൊണ്ടുപോകുന്ന എനിക്കത് മനസ്സിലായി നെറുക മുതല്. അപ്പൊ അത് കഴിഞ്ഞിട്ട് എന്നോട് കണ്ണ് തുറക്കാൻ പറഞ്ഞു. ഞാൻ അങ്ങ് ബോധം മയങ്ങി അങ്ങ് പോയി. അത് എന്നെ വിളിച്ചെണീപ്പിക്കുകയോ ചെയ്ത ഡോക്ടർ. അപ്പൊ എണീപ്പിച്ച് കഴിഞ്ഞപ്പോ എന്റെ അടുത്ത് വെച്ചു, ഇപ്പൊ എങ്ങനെയുണ്ടെന്ന് വെച്ചപ്പോ ഞാൻ ഇപ്പൊ ഭയങ്കര സന്തോഷമുണ്ട് എനിക്കെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ ഡോക്ടർ എന്നെ ചെയ്തേന്ന് വെച്ചപ്പോ പറഞ്ഞു, അത് ഈ സാധനമാണെന്ന് പറഞ്ഞ് ആ ഹീലർ എന്നെ ഹീൽ ചെയ്യുന്ന പെൻഡുലം എന്നെ കാണിച്ചു തന്നു. അപ്പൊ ഞാൻ ഡോക്ടറോട് ചോദിച്ചു, ഇത് എന്താ ഇത്, എനിക്കിത് പഠിക്കണം, എനിക്കിത് പഠിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ചോദിച്ചപ്പോ എന്റെ അടുത്ത് പറഞ്ഞു, അത് ഇച്ചിരി ദൂരെ പോയി പഠിക്കണം ബിന്ദു, അതങ്ങനെ എനിക്ക് പഠിപ്പിക്കാൻ പറ്റില്ല, ഞാനത് അന്വേഷിച്ചിട്ട് പറയാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അങ്ങനെ ഇരുന്നു. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു, ബിന്ദു അത് പഠിക്കണ വരട്ടെ, ഇപ്പൊ ഒരു കാര്യം ചെയ്യ ബിന്ദു, നാളെ മുതൽ ചെന്നിട്ട് ലളിത സഹസ്രനാമം ജപിക്കണോട്ടോ എന്ന് പറഞ്ഞു. അതെന്താന്ന് പോലും എനിക്കറിയില്ല. ലളിത സഹസ്രനാമം എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടെന്നല്ലാതെ അതെന്താ, അതിന്റെ വരികൾ എന്താണോ അതിന്റെ പൊരുൾ എന്താണോ ഒന്നും അറിയില്ല. അപ്പൊ എനിക്കത് പിറ്റേ ദിവസം തന്നെ അത് മേടിക്കണം എന്ന് വിചാരിച്ച് ഞാൻ ബുക്ക് സ്റ്റോളിൽ പോയി മേടിച്ചോണ്ട് വന്നു. വന്ന് വൈകുന്നേരം മുതല് സംസ്കൃതം അല്ലേ, നമുക്കത്ര പിടുത്തം ഇല്ലല്ലോ. ഞാൻ വായിച്ചു തുടങ്ങി, തപ്പിപ്പിടിച്ച് വായിച്ച് ഞാൻ പെട്ടെന്ന് അത് കാണാപ്പാഠം പഠിച്ചിട്ട് ഞാൻ ഈ ഫീൽഡ് വർക്ക് ചെയ്യുമല്ലേ, അപ്പൊ ഞാൻ സ്കൂട്ടർ ഓടിച്ച് പോകുമ്പോ എല്ലാം ഈ സഹസ്രനാമം കാണാതെ ജപിക്കുക. എനിക്ക് പോലും അറിയില്ല. ഞാനൊരു സ്കൂളിൽ പഠിക്കുമ്പോ പോലും കുറച്ച് സംഗതി കാണാപ്പാഠം പഠിച്ചു വെക്കാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ആളാ. പക്ഷെ ഇത്രയും വരികളെ സംസ്കൃതം എങ്ങനെയാ പഠിച്ചേന്ന് പോലും എനിക്കറിയാൻ പാടില്ല. അതങ്ങനെ ഞാൻ ദിവസവും ജപിക്കും, വീട്ടിലും ഇരുന്ന് ജപിക്കും, സന്ധ്യക്കും വിളക്ക് കത്തിച്ച് ജപിച്ചുകൊണ്ടിരുന്നു. ഒരു 4 വർഷം അടുപ്പിച്ച് ഒരു ദിവസം പോലും എനിക്ക് ജപിക്കാതിരിക്കാൻ പറ്റില്ല. എന്നുവെച്ചാൽ ഞാൻ ആഹാരം കഴിച്ചില്ലെങ്കിലും എനിക്ക് അത് ജപിക്കണം. അപ്പൊ എനിക്കൊരു ഭയങ്കര വിഷമം മാതിരിയാ. ഞാൻ ഇപ്പൊ എന്റെ ഹസ്ബൻഡിനോട് പറയും, എനിക്ക് ലളിത സഹസ്രനാമം ജപിക്കാതിരിക്കാൻ പറ്റാനുള്ള, അതുകൊണ്ട് എനിക്കത് ജപിക്കണം. അപ്പൊ എവിടെ പോയാലും പോണ സ്ഥലത്താണെങ്കിലും അവിടെ ഇരുന്ന് ഞാൻ ജപിക്കും. അങ്ങനെ പോയിക്കൊണ്ടിരുന്ന ഒരു 4 വർഷം തുടർച്ചയായിട്ട് ഞാൻ ജപിച്ചു കഴിഞ്ഞപ്പോ മുതൽ എന്റെ ശരീരമൊക്കെ അങ്ങ് ചൂടായി തുടങ്ങി. ഭയങ്കരമായിട്ട് ചൂടാവും. എന്നിട്ട് ഇതിങ്ങനെ ഞാൻ വിയർത്ത് കുളിക്കും. എന്നുവെച്ചാൽ ശരീരത്തിൽ നിന്ന് കയ്യേന്നൊക്കെ ഇങ്ങനെ തുള്ളി വെള്ളം ചാടിക്കൊണ്ടേയിരിക്കും.
എന്നാലും ഞാനത് നിർത്താതെ ജപിച്ചോണ്ടിരുന്നു. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോ എന്റെ ശരീരം മുഴുവൻ ചൂട് കൂടിയിട്ടാന്ന് തോന്നുന്നു ചൊറിച്ചില് വന്നു. ചൊറിച്ചില് വന്നതെന്ന് വെച്ചാൽ മുഖം ഒഴികെ ബാക്കി ഫുള്ള് ചൊറിച്ചിലായി. ഞാൻ പോകാത്ത സ്ഥലങ്ങളില്ല, ചികിത്സ ചെയ്യാത്ത സ്ഥലങ്ങളുമില്ല. അമ്പലത്തിക്കടെ ജ്യോത്സ്യന്മാരെ കാണുന്നു, ചികിത്സ ചെയ്തിട്ടൊന്നും മാറുന്നില്ല. അപ്പൊ ഞാൻ ജ്യോത്സ്യന്മാരെ കാണുമ്പോ അവര് പറയുന്നത് എന്റെ സർപ്പദോഷാണ്, സർപ്പദോഷം കൊണ്ട് പറ്റിയതാ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഒന്നിലും ഒരിടത്തും പോയില്ലല്ലോ, ഒന്നും ചെയ്തില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ എൻ്റെ അടുത്ത് ഒരു തിരുമേനി എൻ്റെ അടുത്ത് ചോദിച്ചു, നിങ്ങൾക്ക് വിഷം ഏക്കണ്ടായിരുന്നു, നിങ്ങൾ എന്തിനാ ചെതൽപ്പുറ്റി പോയി പിടിച്ചതെന്ന് ചോദിച്ചു. സത്യം, ഞാൻ ചെതൽപ്പുറ്റില് പൊട്ടിച്ചത് എടുത്തായിരുന്നു. അതായത് ഈ ചെതൽപ്പുറ്റ് എടുത്ത് എന്തിനാന്ന് വെച്ചാ എന്റെ ഹസ്ബൻഡിന്റെ ചാച്ചന്, കൊച്ചച്ഛന്റെ പ്രകൃതി ചികിത്സ ചെയ്യുന്നുണ്ടായിരുന്നു, ഞരമ്പുകൾക്ക് അസുഖം ബാധിച്ചിട്ട്. അപ്പം ആ ചാച്ചന്റെ മകൻ വന്നിട്ട് എന്റെ അടുത്ത് ചോദിച്ചു, ബിന്ദു ചേച്ചി ഇത് ഇവിടെ ചെതൽപ്പുറ്റുള്ളത് എന്ന് ചോദിച്ചു. അപ്പൊ ചാച്ചയ്ക്ക് ഇത് ഇങ്ങനെ കുഴച്ച് മേത്ത് പരട്ടാൻ പറഞ്ഞേക്കുവാന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു മണ്ണ് തേച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഈ തൊട്ടടുത്ത വീട്ടില് അവരുടെ ഒരു ചാർത്ത്, അതായത് ഷെഡ് പോലെ പണിതിട്ടേക്കുന്നതിന്റെ പെരക്കകത്ത് ഇഷ്ടമാതിരി ചെതൽപ്പുറ്റുണ്ട്. അപ്പൊ ആ ചേച്ചി എന്റെ അടുത്ത് പറഞ്ഞു, ഞാനിത് തട്ടിക്കളഞ്ഞ് മടുത്തു ബിന്ദു, ഇനി ഞാനിത് ഒന്നും ചെയ്യല്ല, അവിടെ കിടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇട്ടേക്ക് പറഞ്ഞു. അപ്പൊ എനിക്ക് അതെന്റെ ഓർമ്മയിലുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് ഇവിടെ ഇഷ്ടമാതിരി ഉണ്ട്, ഞാൻ മേടിച്ചു തരാന്ന് പറഞ്ഞു. ഞാനൊരു ബുക്ക് ഷോപ്പർ അടുത്തോണ്ട് പോയി അവരുടെ വീട്ടിൽ ചെന്ന് അത് പൊട്ടിച്ച്, അവര് രണ്ടുപേരും വെറുതെ നിൽക്കുക. അവര് രണ്ടുപേരും അതിനകത്ത് തൊടുന്നില്ല. ഇവൻ നല്ല ബലമാണല്ലോ ഈ ചെതൽപ്പുറ്റിന്. എന്നിട്ട് വാക്കത്തീങ്കണ്ട് മുട്ടിയാണ് അത് എടുത്തത് ഞാൻ. എന്നിട്ട് പോലും അവരാരും തൊട്ടില്ല അതിനകത്ത്. ഞാൻ തന്നെ അത് പൊട്ടിച്ചെടുത്തു കൊടുത്തു വിട്ടു. ഒരാഴ്ച കഴിഞ്ഞപ്പോ മുതലാണ് എനിക്ക് ചൊറിച്ചില് തുടങ്ങിയത്. പക്ഷെ അതെന്താന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഈ ജോത്സ്യന്റെ അടുത്ത് ചെന്നപ്പോ ആ ജോത്സ്യൻ പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. അത് നിങ്ങൾക്ക് വിഷമേക്കണ്ടായിരുന്നു, അതിനകത്ത് പാമ്പുണ്ടായിരുന്നു, നിങ്ങൾ എന്തിനാ അതെടുത്തേന്ന് ചോദിച്ചു. അപ്പൊ നിങ്ങളുടെ എന്തോ കാരണന്മാരുടെ കുരുത്തം കൊണ്ടാണ് നിങ്ങൾക്ക് ആയുസ് നീട്ടി കിട്ടിയിട്ടോ എന്ന് പറഞ്ഞു എന്നോട്. അന്നൊന്നും എനിക്കത് അത്രയും, ഞാൻ അതുവരെയും ജ്യോതിഷത്തെ പറ്റി ഒന്നും അത്ര എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ അത് എനിക്ക് ഭയങ്കര ഒരു അനുഭവമായി പോയി. അത് മുതൽ എന്നിട്ട് പിന്നെ ഞാൻ അതിന് ചികിത്സിക്കാൻ നടന്നു. ആയില്യ പൂജയിൽ കൂടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോ എനിക്ക് എന്നെ തിരുമേനി അവിടെ ഒരു കസേര ഇട്ട് അവിടെ ഇരുത്തി. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് എന്തോ ബുദ്ധിമുട്ട് വരുമെന്ന് തോന്നിയത് കൊണ്ടായിരിക്കും, എനിക്കറിയില്ല കേട്ടോ. ഞാൻ ആ ആയില്യ പൂജയില് കരിക്കും വെള്ളമൊക്കെ തന്നിട്ടാ എനിക്ക് ബോധം വീണത്. അപ്പൊ കസേരയിൽ ഇരുത്തിയിട്ട് എന്റെ അടുത്ത് പറഞ്ഞു ഇത് ഇരുന്നോണ്ട് കൂടിയാ മതി കേട്ടോ. കുറെ ആൾക്കാർ നിൽക്കുക, ഞാൻ മാത്രം ഇരിക്കുക. എന്നിട്ട് ആയില്യ പൂജയിൽ കൂടി ആ ഇത് കൊണ്ടുവന്ന് തിരുമേനി എന്നെ അടുത്ത് നിൽക്കണവരോട് എന്റെ നെറ്റിയിൽ തൊടാൻ പറഞ്ഞു. തൊടിയിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് എന്തെന്നില്ലാത്ത ഒരു ബുദ്ധിമുട്ട് വന്നു. അപ്പൊ പരവേശ മാതിരിയോ വിഷമ മാതിരിയോ ഒക്കെ വന്ന് എനിക്ക് കരിക്കും വെള്ളം തന്നാണ് അത് ശമനം ആയത്. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു ഇനി പേടിക്കണ്ട, ഇനി ഇത് മാറിക്കോളൂ കേട്ടോ എന്ന് പറഞ്ഞു. പക്ഷെ മാറൂന്ന് പറഞ്ഞെങ്കിലും ഒത്തിരി കുറഞ്ഞെങ്കിലും ശരിക്കും പൂർണ്ണമായിട്ട് മാറിയില്ല. എന്നിട്ട് പിന്നെ ഒരു സ്കിൻ ഡോക്ടറെ കൂടെ കണ്ടു. അപ്പൊ ആ മെഡിസിൻ ഒക്കെ കഴിച്ച് ഇപ്പൊ എനിക്ക് ആ കാണുന്നവര് അത്ഭുത എന്നുവെച്ചാ ഇത്രയും ചൊറി പോലെ വന്ന ആളാണോ, ഇപ്പൊ എന്റെ കൈയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത് അങ്ങനെ വന്നതായിട്ട് പോലും ഇല്ല. അങ്ങനെ വന്ന് ചികിത്സിച്ചത് ഭേദമായി. അത് കഴിഞ്ഞ് പിന്നെ ഞാനിങ്ങനെ നടക്കും. എനിക്ക് എന്നും ഓരോ കൂട്ടം പ്രശ്നങ്ങളാ, ഇതെന്താണെന്നറിയില്ല. എപ്പോഴും ഓരോ വിഷമോ ടെൻഷനോ സ്ട്രെസ്സോ ഒക്കെയാണ്. അപ്പൊ ഞാൻ ഈ ജ്യോത്സ്യന്മാരുടെ അടുത്ത് ചെന്ന് ചോദിക്കുമ്പോ എൻ്റെ അടുത്ത് പറയണേ എന്നാന്ന് വെച്ചാൽ സമയം കൊള്ളില്ല എന്ന് പറയും. പക്ഷെ ഞാൻ എന്തോ തേടി നടക്കും, എന്താന്ന് എനിക്കറിയില്ല. എന്തോ എന്നിൽ എന്താ മാറ്റം വന്നേക്കണേന്നോ എന്താ സംഭവിക്കാൻ പോണേന്നൊക്കെ ഉള്ള ഒരു തോന്നലാണ്. അങ്ങനെ ഞാൻ എന്റെ നാത്തൂനും കൂടെ കൂടിയാണ് ഈ അമ്പലം വഴിയൊക്കെ നടക്കണത്. അപ്പൊ ഞാൻ നാത്തൂനോട് പറഞ്ഞു എനിക്ക് എങ്ങനെയായാലും ഇതൊന്ന് മാറിക്കിട്ടണം, ഇതെന്താ എന്റെ ബുദ്ധിമുട്ടെന്ന് എനിക്ക് മനസ്സിലാവള്ളാന്ന് പറഞ്ഞ് ഞാൻ പുള്ളിക്കാരിയോട് പറഞ്ഞു. ഇപ്പൊ പുള്ളിക്കാരി എന്റെ അടുത്ത് പറഞ്ഞു ഞാനൊരു തിരുമേനി ഉണ്ട്, അത് വിളിച്ചാ ഫോൺ എടുക്കൂല ഒരിക്കലും, അതിന്റെ നമ്പർ പണ്ടുണ്ടായിരുന്നു ഇപ്പൊ ഇല്ല, ഞാൻ അതിന്റെ നമ്പർ തേടി പിടിച്ച് തരാന്ന് പറഞ്ഞു. എന്നിട്ട് അത് തപ്പി പിടിച്ച് എനിക്ക് തന്നു. ഞാൻ വിളിച്ചിട്ട് ആ പുള്ളിക്കാരി വിളിക്കുമ്പോ ഒന്നും എടുക്കണില്ല. ഞാൻ വിളിച്ച്
അത് കിട്ടി. യാദൃശ്ചികമായിട്ട് എനിക്കത് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോ തിരുമേനി അത് ഫോൺ ഇത് ആളുകളെ ഒന്നും നോക്കുന്നില്ല എന്ന് പറഞ്ഞിപ്പോ. അപ്പൊ ഞാൻ പറഞ്ഞു, തിരുമേനി എനിക്ക് എന്തായാലും നോക്കിയേ പറ്റുള്ളൂ, എനിക്കല്ലാതെ പറ്റൂല എന്ന് പറഞ്ഞു. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു, എന്നാ ഒരു കാര്യം ചെയ്യുക, നിങ്ങള് എന്റെ വീട് നിന്ന് 40 കിലോമീറ്ററോളം ഉണ്ട് അവിടെ നിന്ന്, വീട്ടിൽ നിന്ന് അത്രയും ദൂരത്തിലാ അത്. അപ്പൊ ഒരു 3 മണി സമയത്ത് എനിക്ക് ഇതിനെ വിളിച്ച് കിട്ടുന്നത്. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു അതെ പോരേന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ഇവിടെ നിന്ന് വരുമ്പോഴത്തേക്ക് ഒത്തിരി സമയം എത്തും തിരുമേനി എന്ന് പറഞ്ഞപ്പോ, കുഴപ്പമില്ല ഞങ്ങളിവിടെ നോക്കിയിരുന്നോളാന്നും പറഞ്ഞ് ഞങ്ങൾ എന്നിട്ട് ബസ്സിന് കയറി ഓട്ടോ വിളിച്ച് അവിടെ ചെല്ലുമ്പോ അതിന്റെ ഭാര്യനെ റോട്ടിലിറക്കി നിർത്തിയേക്കുവാ. ഞങ്ങൾ ചെല്ലാൻ കാത്തിരിക്കുവായിരുന്നു. അങ്ങനെ ഞങ്ങൾ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞപ്പോ തിരുമേനി എന്റെ അടുത്ത് ചോദിച്ച എന്നാന്ന് വെച്ചാ, ഞാനിത് നോക്കലൊക്കെ നിർത്തി വെച്ചേക്കുമായിരുന്നു. നിങ്ങൾ വിളിച്ചു കഴിഞ്ഞപ്പോ എനിക്ക് നിങ്ങളുടെ നോക്കാതിരിക്കാൻ പറ്റില്ല, മനസ്സങ്ങനെ പറയും എനിക്ക്. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ നോക്കാന്ന് പറഞ്ഞോണ്ട് നോക്കുവാട്ടോ. നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോ കബഡിയൊന്നും നിരത്തണമൊന്നുമില്ല. പുള്ളി എന്റെ നേരേക്ക് ഇങ്ങനെ തീക്ഷ്ണമായിട്ടാ നോക്കുന്നത്. നമുക്ക് കാണുമ്പോ പേടിയാവും. എന്നുവെച്ചാൽ അതുപോലെ കണ്ണിങ്ങനെ പെട്ടാതെയാ നോക്കണത്. അപ്പൊ എനിക്ക് എന്താ ഇതെങ്ങനെ നോക്കണേന്നായി. ഞാനും അങ്ങനെ തന്നെ നോക്കിയിരുന്നു തിരുമേനിയുടെ മുഖത്തേക്ക്. അപ്പൊ എന്റെ അടുത്ത് വെച്ചു, ഈ ലളിത സഹസ്രനാമം ഞാൻ ഒന്നും പറഞ്ഞില്ല, ഇത് ജപിക്കണ്ടില്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്യുവാന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പൊ എന്തിനാ വന്നേന്ന് വെച്ചപ്പോ ഞാൻ പറഞ്ഞു, എന്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ട് ഈ ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒക്കെ. അപ്പൊ അതെന്താന്ന് എനിക്ക് അറിയില്ല, ഞാൻ കുറേ സ്ഥലത്തേക്കടെ പോയി, എനിക്ക് അതിനുള്ള മറുപടി ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ എന്റെ അടുത്ത് പറഞ്ഞു, മറുപടി ഞാൻ തരാം, കേൾക്കാൻ തയ്യാറാണോ എന്ന് ചോദിച്ചു എന്റെ അടുത്ത്. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ അതിനാണല്ലോ തിരുമേനീനെ വിളിച്ചത്, എനിക്ക് ഇത് അറിയണം, തിരുമേനി എടുത്ത് വന്നാൽ അത് കിട്ടൂന്ന് എനിക്ക് മനസ്സിൽ തോന്നിയത് കൊണ്ടാ ഞാൻ ഇതിങ്ങനെ നിർബന്ധം പിടിച്ചു വന്നേന്ന് പറഞ്ഞു. അപ്പൊ തിരുമേനി പറഞ്ഞു, എന്നാ പറയാന്നും പറഞ്ഞിട്ട് പറഞ്ഞു തുടങ്ങി. അപ്പൊ എന്റെ അടുത്ത് വെച്ചെന്ന് വെച്ചാൽ, നിങ്ങൾ എന്തിനാ ലളിത സഹസ്രനാമം ജപിക്കുമ്പോൾ ഇരുന്ന് ആടുന്ന എന്തിനാന്ന് ചോദിച്ചു. ചമ്പ്രം പടിഞ്ഞ് നമ്മള് നിലത്തിരുന്നിട്ടാണ് വിളക്ക് കത്തിച്ച് വെച്ച് ചമ്പ്രം പടിഞ്ഞിരുന്നാണല്ലോ ജപിക്കുന്നത്. അപ്പൊ ഞാൻ ഇതിന്റെ ആ ജപിക്കുന്നതിന്റെ താളത്തിനൊത്ത് ഞാൻ ആടുക. അത് ഞാൻ അറിയുന്നില്ല. പക്ഷെ തിരുമേനി എന്റെ അടുത്ത് ചോദിച്ചു, എന്തിനാ ആടുന്നത് എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ആടണം, അറിയാതെ ആടിപ്പോണ തിരുമേനി എന്ന് പറഞ്ഞപ്പോ എന്റെ അടുത്ത് പറഞ്ഞു, ആടണ്ട, എന്തിനെ കുഞ്ഞിരിക്കുന്ന നിവർന്നിരുന്ന എന്താന്ന് ചോദിച്ചു എന്നോട്. എനിക്ക് അത്ഭുതമായി പോയി, അതെങ്ങനെ അത് പറഞ്ഞു എന്നുള്ളത്. എന്നുവെച്ചാൽ കാണുന്നില്ല, പുള്ളി എന്നെ കാണുന്നില്ല. ഞാൻ ഇങ്ങനെ യാദൃശ്യമായിട്ട് ചെല്ലുന്നു, എന്നോട് ഇങ്ങനെ ഓരോന്ന് ചോദിക്കുക. അതുപോലെ അപ്പൊ ഞാൻ പറഞ്ഞു, എന്റെ നടുവിന് ഇങ്ങനെ വേദനയുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു, നിവർന്നിരിക്കണം, എനർജി മേളിലോട്ട് പോവുള്ളൂ, അതാണ് അദ്ദേഹം പറയുന്നത്. അത് എനർജി ആണെന്നൊന്നും എനിക്ക് അറിയില്ല. അപ്പൊ അങ്ങനെ നിവർന്നിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു വരി തെറ്റിയാണല്ലോ പാടണേന്ന് പറഞ്ഞാൽ അതും എനിക്ക് തിരുത്തി തന്നു. അങ്ങനെ ഞാൻ നിവർന്നിരുന്ന് ജപിച്ചു. അന്നേരം എന്നോട് പറഞ്ഞു വിട്ടു, ഒരു അത്ഭുതം സംഭവിക്കും, കുറച്ച് ദിവസത്തിനകം, പേടിക്കൊന്നും വേണ്ടാട്ടോ എന്ന് പറഞ്ഞു വിട്ടു. അതെന്താണെന്നൊന്നും എനിക്ക് മനസ്സിലായില്ല. ഞാൻ ജപിച്ചോണ്ടിരുന്നു. സന്ധ്യക്ക് ഒരു ദിവസം ജപിച്ചോണ്ടിരുന്നു കഴിഞ്ഞപ്പോ ഞാൻ കണ്ണടച്ചായിരിക്കുന്നത്. അത് കഴിഞ്ഞപ്പോ എന്റെ തലയുടെ മുകളിലായിട്ട് ഗോൾഡൻ കളറില് ഇടിമിന്നല് പോലെ എന്റെ തലയിലേക്ക് വന്നു. ആ ഇടിമിന്നല് എനിക്ക് കറണ്ട് അടിക്കണ ഇതെങ്ങനെ ഇടി വിട്ടണയാന്നാ എനിക്ക് മനസ്സിലായത്. പക്ഷെ എനിക്ക് പേടിയായി പോയി. അപ്പൊ ഞാൻ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നു, ഈ തിരുമേനി പറഞ്ഞത് എന്റെ കയ്യിലുണ്ടല്ലോ, ഒരു അത്ഭുതം സംഭവിക്കുമെന്ന് പറഞ്ഞ് എന്റെ മനസ്സിൽ ഓർമ്മയുണ്ടല്ലോ. അപ്പൊ ഞാൻ അത് ഇതായിരിക്കുമോ എന്ന് ഓർത്തിട്ട് ഞാൻ അങ്ങനെ തന്നെ ഇരുന്നു കുറേ നേരം. അതെന്റെ ശരീരം മുഴുവൻ വ്യാപിച്ചു. അത് സ്വർണ്ണ നിറത്തിലാണ് ആ കളറ് കണ്ടത്. അത് കഴിഞ്ഞ് ഞാൻ വന്ന് അതെല്ലാം കഴിഞ്ഞ് കട്ടിലേൽ വന്ന് കിടന്നു. എനിക്ക് ഉറക്കം വരുന്നില്ല, എന്ത് ചെയ്താ ഉറക്കം വരുന്നില്ല. ഞാൻ അത് കഴിഞ്ഞ് പിന്നെയും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് എണീറ്റിരുന്ന് ലളിത സഹസ്രനാമം ഒക്കെ ജപിച്ചിട്ടും എനിക്ക് ഉറക്കം വരുന്നില്ല. ഇപ്പോഴോ ഞാൻ ഉറങ്ങിപ്പോയി. എന്നിട്ട് വെളുപ്പിന് 3 മണിയായപ്പോ ഞാൻ എണീക്കുക. 3 മണിയായപ്പോ ഞാൻ ആരോ വിളിച്ചുണർത്തണ മാതിരി ഞാൻ എണീറ്റ് കഴിഞ്ഞപ്പോ എനിക്ക് ഭാരമില്ല. ഞാനിങ്ങനെ എങ്ങനെയാ കട്ടിലേക്ക് വെയിറ്റേ ഇല്ല. അപ്പൊ ഇതെന്താന്നാ ഇപ്പൊ ഞാൻ എണീറ്റിരിക്കുമ്പോ എനിക്ക് എണീറ്റിരിക്കുവാന്ന് പോലും തോന്നുന്നില്ല. അപ്പൊ ഞാൻ എണീറ്റ് നോക്കി. നിന്നപ്പോ എന്റെ കാല് നിലത്തൽ കുത്തിയേക്കണതായിട്ട് എനിക്ക് അറിയാൻ പറ്റണില്ല. അപ്പൊ പിന്നെ ഞാൻ കട്ടിലേൽ കിടന്നു കഴിഞ്ഞപ്പോ എനിക്ക് പിന്നെ അവിടെ ഭയങ്കര സന്തോഷമുണ്ട്. എനിക്ക്
സന്തോഷമുണ്ട്, പക്ഷെ ഉള്ളിലൊരു പേടി പോലെയുണ്ട്. ഇതെന്താ സംഭവിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. എന്നിട്ട് ഞാൻ അടുക്കളയിൽ പോയി കട്ടൻ ചായയൊക്കെ തിളപ്പിച്ച് കുടിച്ചു. ഇനിയിപ്പോ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടാണോ എന്ന് ഓർത്തുകൊണ്ട് എനിക്കിത് എന്താ സ്പിരിച്വൽ ആയിട്ടൊന്നും അറിയില്ല സാറേ. ഞാൻ ആദ്യമായിട്ടുള്ള അനുഭവമാണിത്. എന്റെ എക്സ്പീരിയൻസിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ ഈ പറയുന്നത്. നമ്മൾ ഈ 5 സെൻസസിൽ നിൽക്കുന്ന സ്ഥിതിക്ക് ഇങ്ങനെയുള്ള അവസ്ഥയിൽ ഒരു ഗ്രൗണ്ടിങ്ങും കൂടെ വേണമെന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങൾക്ക് ഈ വെയിറ്റ്ലെസ് ആയിട്ട് ഫീൽ ചെയ്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പ്രപഞ്ചവുമായിട്ട് കണക്റ്റായി, യൂണിവേഴ്സൽ കോൺഷ്യസ്നെസ്സുമായിട്ട് നിങ്ങൾ കണക്റ്റായി. ഇനി നിങ്ങളും ആ ഒരു പരബ്രഹ്മവുമായിട്ടൊരു ഡിഫറൻസ് ഇല്ല എന്നുള്ളൊരവസ്ഥയിലേക്ക് നിങ്ങൾ ചേർന്നിരിക്കുകയാണ്. അതായത് നിങ്ങൾ ജനനത്തിന് മുമ്പ് എങ്ങനായിരുന്നുവോ, ലൈറ്റ് ബോഡിയിൽ എങ്ങനായിരുന്നുവോ ആ ഒരു സ്ഥിതിയിൽ നിങ്ങൾ ഇപ്പൊ ആയിരിക്കുകയാണ്. മനസ്സിലായോ? അപ്പോൾ ഇതിൻ്റെ പ്ലസ് എന്ന് പറയുന്നത് നിങ്ങൾ ഈ പറയുന്ന പോലെ ആനന്ദം, സച്ചിത് ആനന്ദം എന്ന് പറയുന്ന ആ ഒരു ആനന്ദം നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. അതാണ് അതിൻ്റെ പ്ലസ് പോയിന്റ്. മൈനസ് പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങൾ 5 സെൻസസിൽ ഒരു ഗ്രഹസ്ഥയായിട്ട് നിൽക്കുന്ന ഒരാളാണ്. അത് നിങ്ങളുടെ ചിലപ്പോൾ മുജ്ജന്മകർമ്മം കൊണ്ടായിരിക്കും ഇതിങ്ങനെ ആയിരിക്കുന്നത്. അത് ആർക്കും തടുക്കാൻ പറ്റത്തില്ല. ഇത് ദൈവത്തിന്റെ ഒരു കളിയാണ്. എന്നിരുന്നാലും ഞാൻ പറയുവാണ്, ഗ്രൗണ്ടിങ് ഇല്ലെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഈ മെറ്റീരിയൽ വേൾഡിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതിപ്പോൾ ഫാമിലി ഇഷ്യൂ ആവാം, അല്ലെങ്കിൽ ജോബിന്റെ ഇഷ്യൂ ആവാം, ഫിനാൻഷ്യൽ ഇഷ്യൂ ആവാം. അപ്പൊ ഇത് രണ്ടിന്റെയും കൂടെ ഒരു ബാലൻസിൽ പോകുന്ന ഒരു ലൈഫ് ആയിരിക്കും നല്ലതെന്നാണ് എൻ്റെ ഒരു ചെറിയൊരു അഭിപ്രായം. തുറന്നോളൂ. അപ്പൊ അതിനെന്താ സാറ് ചെയ്യണ്ടേ? ഒന്നും വേണ്ട, ഒരു ഗ്രൗണ്ടിങ്. അത് ഞാൻ പറഞ്ഞുതരാം. അതൊരു ചെറിയ ഗ്രൗണ്ടിങ്ങും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ ചെയ്യണം. എന്നാലേ അതിന്റെ ഒരു ബാലൻസ്, എല്ലാത്തിനും ഒരു ബാലൻസ് ആണല്ലോ, ആ ഒരു ബാലൻസിൽ കൊണ്ടുപോകണം. ഇല്ലെങ്കിൽ നമ്മളൊരു എക്സ്ട്രീം സ്റ്റേജിൽ പോയി കഴിഞ്ഞാൽ, കാരണം നിങ്ങൾ ഇപ്പോൾ ഹൈ ലെവലാണ്, നിങ്ങൾ ഹൈ ലെവലിൽ നിൽക്കുകയാണ് സാറേ. ഭയങ്കരമായിട്ട് എനർജി കയറും എനിക്ക്. ഞാനൊന്നും ജപിക്കുക പോലും വേണ്ട, ചെറുതെ കണ്ണടച്ച് കൈ മടിയിൽ വെച്ചിരുന്നാ മതി. ഇതെന്താന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അപ്പൊ ഞാനും ഇതുപോലെ ഒരു 1.5 മാസം ഇതുപോലെ ഇങ്ങനെ നമ്മൾ ഈ വെള്ളം അടിച്ചിട്ട് ആൾക്കാർ നടക്കത്തില്ലേ, ഡ്രഗ്സ് ഒക്കെ അടിച്ച്, അതുപോലെ നടന്നിട്ടുണ്ട്. ഒരു ഇതുമില്ലാതെ നമുക്കിങ്ങനെ ഫ്ലോട്ട് ചെയ്യുന്നതായിട്ടൊക്കെ തോന്നുന്നു. നമുക്ക് മനസ്സിലായില്ല, നമ്മളുണ്ടല്ലോ ഒഴുകി നടക്കുന്നതായിരിക്കും. വെയിറ്റ് ഇല്ല നമുക്ക്. അത് തന്നെ. അത് നമ്മള് മാസ്റ്ററി ആവും. നമ്മള് വായു തത്വത്തിലൊക്കെ അങ്ങോട്ട് മാസ്റ്ററി ആവും. പിന്നെ നമുക്ക് വെയിറ്റ് എന്ന് പറയുന്ന സംഭവം ഒന്നും ഉണ്ടാകും. അതെല്ലാം നമ്മളുടെ കൈക്കുള്ളിൽ വരും. പഞ്ചഭൂതങ്ങളെ അടക്കിയവൻ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ? ഇത് തന്നെയാണ്. 2 കൈയുടെയും കൈവെള്ളയുടെ ഉള്ള് ഇങ്ങനെ വലിച്ചു പറിക്കുന്ന മാതിരിയാ എനർജി വന്നിട്ട് ഉണ്ടല്ലോ. നമുക്ക് താങ്ങാൻ പറ്റാത്ത എനർജി ചില സമയത്ത് വരുന്നത്. അത് ജസ്റ്റ് ഒരു എർത്തിങ് ഒക്കെ ചെയ്യണം. രാവിലെ ഞാൻ പറഞ്ഞുതരാം അതെങ്ങനെയാ ചെയ്യേണ്ടതെന്നുള്ളത് പറഞ്ഞുതരാം. എർത്തിങ് ഒക്കെ ചെയ്ത് ഒന്ന് ഒരു ബാലൻസിൽ പോകണം, ഒരു ഇക്വിലിബ്രിയത്തിൽ പോകണം. കാരണം നമ്മളിപ്പോ ഭൂമിയിലാണോ ഉള്ളത്. അപ്പൊ ആ ഒരു ഇക്വിലിബ്രിയത്തിൽ പോകുന്നതായിരിക്കും നല്ലത്. തുടർന്നോളൂ, നിങ്ങളുടെ എക്സ്പീരിയൻസ് തുടർന്നോളൂ. ഞാൻ എന്താ അതിന് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്റെ ഒരു ഡെപ്പോസിറ്റർ ഒരു ജോത്സ്യ ചേച്ചി ഉണ്ട്. ആ ചേച്ചിക്ക് തേർഡ് ഐ ഒക്കെ ഉള്ളതാ. തേർഡ് ഐ ഒക്കെ ഓപ്പൺ ആയി. ആ ചേച്ചി അതെല്ലാം പറയുന്ന. അപ്പൊ ആ ചേച്ചി എന്നോട് പറഞ്ഞതെന്നു വെച്ചാൽ, ബിന്ദു, ഞാൻ ഇപ്പൊ ഈ സ്പിരിച്വൽ ഞാൻ പറഞ്ഞില്ലേ, ഈ ലളിത സഹസ്രനാമം ജപിച്ചു തുടങ്ങിയപ്പോ മുതല് ഇറച്ചി, മീൻ, മുട്ടയൊന്നും കഴിക്കില്ല. മറ്റേ ഞാൻ അത് മാത്രം കഴിക്കുന്ന ആളായിരുന്നു. അപ്പൊ എനിക്ക് അതിന് താല്പര്യമില്ല. അത് കഴിച്ചാൽ എനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ. അപ്പൊ ഞാൻ അതെല്ലാം ഒഴിവാക്കിയായിരുന്നു. അപ്പൊ ആ ചേച്ചി പറഞ്ഞാൽ, ഇത്തിരി എനർജി ഉള്ളപ്പോ ബിന്ദു ഒരു കാര്യം ചെയ്താൽ മതി, ഒരു മുട്ട കഴിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ ബാലൻസ് ചെയ്യാം. ഈ ടിബറ്റിയൻ സന്യാസിമാര് ഇത് കുറെ വർഷം മുമ്പുള്ള ഒരു ഇതാണ്. അപ്പൊ ഞാൻ ബാംഗ്ലൂർ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം, അന്നേരം നമ്മൾ അറിയാമല്ലോ, നമ്മള് ബാറിൽ പോവും, മദ്യപിക്കും, അങ്ങനെയൊക്കെയുള്ള ഒരു ലൈഫ് സ്റ്റൈലായിരുന്നു. അപ്പം ഒരു പ്രാവശ്യം ഇങ്ങനെ ഒരു ബാറിലിരിക്കുമ്പോ ഒരു സന്യാസി ആ സന്യാസ വേഷമൊക്കെ ഇട്ട് ഇങ്ങനെ ബാറിലേക്ക് വരുന്നു. ബാറിലേക്ക് വന്ന് നമ്മുടെ തൊട്ട് ഓപ്പോസിറ്റ് ഇരുന്ന് അദ്ദേഹം മദ്യം കഴിക്കുകയാണ്, നോൺ വെജ് ഒക്കെ വാങ്ങിച്ച് കഴിക്കുകയാണ്.
അപ്പൊ എനിക്കൊരു ഭയങ്കര അത്ഭുതം തോന്നി. അത് സന്യാസ വേഷത്തിൽ അവരുടെ ഈ ഇതുണ്ടല്ലോ ഇങ്ങനെ ചുറ്റി ഇതുള്ള റോബോ എന്താ പറയുന്നത്, ആ സാധനം ഇട്ട്. അപ്പൊ എനിക്ക് ഭയങ്കര അത്ഭുതം. ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് പോയി സംസാരിക്കും, ടിബറ്റിയൻ മങ്കാണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ മങ്കൊക്കെ ഇങ്ങനെ വന്ന് ഓപ്പൺ ആയിട്ട് വന്നിരിക്കുന്നത്, ഈ ബാറിലിരുന്ന് ഇത് ചെയ്യുന്നത്? അപ്പൊ അദ്ദേഹം പറയുന്നത് അവർക്കത് അലൗഡാണ്. അതായത് വർഷത്തില് ഫുൾ ടൈം അവര് ഒരു മൊണാസ്ട്രിക്കകത്ത് ഈ ഇങ്ങനെയുള്ള താന്ത്രികമായിട്ടുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ എക്സ്ട്രീം മെഡിറ്റേഷനും ഒക്കെ ചെയ്ത് ആണ് അവരുടെ ദിനചര്യ പോകും. അപ്പൊ അവരുടെ ഈ ബോഡിയിലുള്ള ആ എക്സസ് എനർജി കളയാൻ വേണ്ടി വർഷത്തിൽ 1 മാസം അവർക്ക് എന്ത് വേണേലും ചെയ്യാം. അതിന് വിട്ടിരിക്കുകയാണ് ഇയാള്. അപ്പൊ ഇയാള് ബാംഗ്ലൂർ വന്നിട്ട് ഇയാൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. എന്ത് വേണേലും ചെയ്യാം, അവർക്ക് ഇഷ്ടമുള്ള എന്ത് വേണേലും ചെയ്യാം. അപ്പൊ ഇയാള് കണ്ടെത്തിയത് മദ്യപിക്കുക എന്നുള്ളൊരു സംഭവമാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാനത് ഉദ്ദേശിച്ചത്, അപ്പൊ ആ ഒരു ബാലൻസിന്റെ ഒരു നീഡുണ്ട്. കാരണം നമ്മള് മെറ്റീരിയൽ ബീയിങ്സ് ആണ്, നമ്മള് മനുഷ്യ ജന്മത്തിൽ ഉള്ള ഒരു ഇതാണ്. അപ്പൊ ആ ഒരു ബാലൻസിങ് റെക്കോർഡാണെന്നുള്ളത് ആണ് ഞാൻ ഉദ്ദേശിച്ചത്. പറഞ്ഞോളൂ. അപ്പൊ അങ്ങനെ തിരുമേനിയുടെ അടുത്ത് ചെന്നു. തിരുമേനി ഇത്രയൊക്കെ പറഞ്ഞുല്ലോ, എന്നോട് സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കണം, ലളിത സഹസ്രനാമം കറക്റ്റ് ആയിട്ട് ജപിക്കണം. അത് ഉച്ചത്തിലായിരുന്നു ഞാൻ ജപിക്കുന്നത്. പക്ഷെ എന്നോട് പറഞ്ഞു ഉച്ചത്തിൽ ജപിക്കരുത്, ഉള്ളില് മനസ്സിൽ ജപിച്ചാൽ മതി എന്ന് പറഞ്ഞു. മനസ്സിൽ ജപിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അങ്ങനെ ജപിച്ചു തുടങ്ങി. പിന്നെ ജപിച്ച് ഇപ്പോഴും അങ്ങനെ തന്നെയാട്ടോ ജപിക്കുന്നത്. അപ്പൊ അവിടെ വെച്ച് എൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു ഗുരുവിനെ കാണും, അത് മുഷിഞ്ഞ വേഷത്തിലുള്ള ഒരു ഒരാളാട്ടോ ഗുരുവിനെ കാണിച്ചു തരുന്നേന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. അവിടെ തിരുമേനിയുടെ അടുത്ത് ചെന്നപ്പോഴാണ് എന്നിൽ എന്താണ് സംഭവിക്കുന്നത്, എനിക്ക് എന്താണെന്നുള്ളത് എനിക്ക് അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത്. അതുവരെ എനിക്കറിയില്ല. ഈ വർഷങ്ങൾ ഇങ്ങനെ തേടി നടന്നു, അമ്പലം വഴി ജ്യോത്സ്യന്മാരുടെ വഴിയൊക്കെ നടന്നിട്ട് എനിക്ക് ആരും ഒന്നും പറഞ്ഞു തന്നില്ല. ഈ തിരുമേനി പറഞ്ഞു, ഇനി എങ്ങും പോവണ്ടാട്ടോ, നിങ്ങളുടെ വഴി എന്നാന്ന് ഞാൻ ഇപ്പൊ പറഞ്ഞു തന്നില്ലേ, അതുപോലെ നിങ്ങൾ ചെയ്താൽ മതി. ലളിത സഹസ്രനാമം ദിവസവും നിങ്ങൾ ജപിക്കണോട്ടോ എന്ന് പറഞ്ഞു. മുടക്കം വരുത്താൻ നിങ്ങൾക്ക് സാധിക്കില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ജപിച്ചോണ്ടിരുന്ന, ഞാൻ പറഞ്ഞില്ലേ, ഈ 2-3 ദിവസം തിരുമേനിനെ കണ്ട് 3-ാം ദിവസം തിരുമേനിക്ക് തന്നെ അതിശയായി പോയി. എൻ്റെ അടുത്ത് പറഞ്ഞ കുറച്ച് നാളുകൾക്കുള്ളിൽ ഒരു അനുഭവം ഉണ്ടാവും, അന്നേരം നിങ്ങൾക്ക് മനസ്സിലാവും എന്നാ പറഞ്ഞത്. തിരുമേനിയുടെ അടുത്തുനിന്ന് വന്ന 3-ാം ദിവസം എനിക്ക് അനുഭവം ഉണ്ടായി.